നമസ്കാരം. ഇന്ന് ഇൻസ്റ്റനോ വന്നിരിക്കുന്നത് ആദ്യത്തെ LPG ഷോർട്ടേജിനെ നാടാൻ കഴിഞ്ഞ് വേസ്റ്റ് മാനേജ്മെൻറ്റ് നാളത്തിന് വേണ്ടിയിട്ടാണ്. വേസ്റ്റ് മാനേജ്മെൻറ്റാണ് ഇനി അടുത്തൊരു രൂക്ഷ പ്രശ്നം. അത് മഴക്കാലം ആകുമ്പോഴാണ് ആൾക്കാർ ചിന്തിക്കുള്ളൂ. മഴക്കാലത്തിന് മുമ്പ് നമ്മൾ ചിന്തിക്കണം. അപ്പോൾ അതിലേക്ക് ഒരു ബോധവൽക്കരണമായിട്ടാണ് നമ്മൾ വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത്. ഇതാണ് നമ്മുടെ ഇൻസിനറേറ്റേഴ്സ്. പല വീഡിയോസിൽ നമ്മളിത് കാണിച്ചിട്ടുണ്ട്. ഇത് INC3 എന്ന് പറയുന്ന ഇൻസിനറേറ്ററാണ് ഏറ്റവും ചെറുത്. ഇത് INC5. INC3 നമ്മൾ അധികം പ്രൊമോട്ട് ചെയ്യുന്നില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇത് രണ്ടും നമ്മൾ സൈസ് വ്യത്യാസം ഉള്ളതുകൊണ്ട് ആൾക്കാർ കംഫർട്ടായിട്ട് കത്തിക്കണമെങ്കിൽ ഇത് വേണം. ഇത് 5 കിലോ മണിക്കൂറും 25 കിലോ ഡെയിലി കത്തിക്കുന്നത്. ടോട്ടൽ കോസ്റ്റ് 52,000 വരുന്നത്. പല വീഡിയോസിൽ നമ്മൾ കത്തിക്കുന്നതൊക്കെ കാണിച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ പറയുന്നത് ഇത് വെക്കാനെടുക്കുന്ന സ്ഥലം അല്ലെങ്കിൽ ഇതിന് മെയിൻ്റനൻസ് ഉണ്ടോ അങ്ങനത്തെ ചെറിയ ചെറിയ കാര്യങ്ങൾ മാത്രമാണ്. അപ്പോൾ ഇതിൽ നമുക്ക് വെക്കാനായിട്ടൊരു 2 അടി സ്ഥലം ഉണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് വെക്കാൻ പറ്റും. ആ ഹൈറ്റ് നമുക്ക് 12 അടിയാണ് വരിക. ഇപ്പോൾ സ്മോക്ക് പൈപ്പ് ഇതാണ്, സ്റ്റെയിൻലെസ് സ്റ്റീലാണ്, SS304 ആണ് വരുന്നത്. ഇത് 6 അടിയാണ് വരുന്നത്. ഇത് വരുന്നത് 6 അടിയാണ്. കാലും വരും. ഇത് ഈ ലെഗ്സ് ആണ് നമ്മൾ ഇതിൽ കൊടുക്കുന്നത്. ഈ ലെഗുകളും മറ്റുള്ളതൊക്കെയാണ് ഇതിൽ കൊടുക്കുക. അപ്പോൾ ഹൈറ്റ് വരുമ്പോൾ നമുക്ക് 12 അടി ഹൈറ്റ് വരും. അപ്പോൾ ഇതിൽ ട്രസ്സിൻ്റെ മുകളിൽ വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ടെറസിൻ്റെ മുകളിൽ വയ്ക്കുകയാണെങ്കിൽ ട്രസ് നിങ്ങൾ തുളച്ചിടണം. നമ്മൾ ചെയ്യില്ല. ബാക്കി എല്ലാ കാര്യങ്ങളും നമ്മൾ വന്ന് ഇൻസ്റ്റാൾ ചെയ്ത് ഓൾ കേരള ഒറ്റ വലിയാണ് ചെയ്യുന്നത്. പിന്നെ ഇതിന് മെയിൻ്റനൻസ് ഇല്ല. പെയിൻ്റ് ഒന്ന് ടച്ച് കൊടുക്കുന്നത് അലുമിനിയം, ഇൻഡസ്ട്രിയൽ അലുമിനിയം പെയിൻ്റ് ആണ്. പിന്നെ ഇതിൽ റിഫ്രാക്ടറിയിൽ സിമെൻറ്റ് ലൈനിങ് വരുന്നതുകൊണ്ട് തന്നെ ചൂട് പുറത്തേക്ക് വരില്ല. ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ കോട്ട് ചെയ്തിരിക്കുന്നത് റിഫ്രാക്ടറി സിമെൻറ്റ് ലൈനിങ് ആണ്. അപ്പോൾ ചൂട് പുറത്തേക്ക് വരില്ല. ആൾക്കാർ ചോദിക്കുന്നതിൽ മെയിനായിട്ട് ചൂട് പുറത്തേക്ക് വരുമോ, ഇതെങ്ങനെയാണ് കത്തുന്നത് എന്നൊക്കെയാണ് ആളുകൾ ചോദിക്കുന്നത്. അപ്പോൾ ഇതിലെ ടെമ്പറേച്ചർ കൂട്ടി കത്തിക്കുന്ന ഒരു പ്രക്രിയയാണത്. അതുപോലെ സ്മോക്ക് പൈപ്പ് നമ്മൾ ഇടയ്ക്ക് ക്ലീൻ ചെയ്യണം. ഇതാണ് ആകെ കൂടി വരുന്ന മെയിൻ്റനൻസ് എന്ന് പറയുന്നത്. പിന്നെ ഈ പെയിൻ്റ് അടിക്കൽ. പിന്നെ ഇത് പോട്ടി നനഞ്ഞ സാധനങ്ങൾ കത്തിക്കുമ്പോൾ ഒന്ന് വലിഞ്ഞതിന് ശേഷം കത്തിക്കാനായിട്ട് ശ്രദ്ധിക്കുക. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നനഞ്ഞ സാധനങ്ങൾ ഇന്നത്തെ ഡയപ്പർ നാളെ ഇട്ട് കത്തിക്കുമ്പോൾ ഉള്ള പ്രശ്നം ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഡ്രിപ്പായിട്ട് യൂറിൻ വീണ് അത് കെട്ടുപോകും. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. വേറെ പ്രശ്നങ്ങളൊന്നും വരില്ല. അതേപോലെ തന്നെ ഇതിൽ ഈ ബാർബിക്യൂ പോലെ കത്തിക്കുന്ന വീഡിയോസൊക്കെ നിങ്ങൾ കണ്ടിട്ടോ. ഈ ഡയപ്പർ നനച്ചിട്ട് കത്തിക്കുന്ന വീഡിയോകൾ അതിലൊന്നും വീഴരുത്. ആയിരിക്കുന്ന സാധനമാണത്. ഇത് ഞങ്ങൾ വെറുതെ ഡെമോയ്ക്ക് വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ളതാണ്. ഇത് നമ്മൾ കൊടുക്കുന്നില്ല. ഇതിൻ്റെ മുകളിൽ വെറുതെ ഇട്ട് കത്തിക്കുന്ന ഒരു ഇതുള്ളത്. നിങ്ങൾ ടാറ് വീപ്പയിലിട്ട് കത്തിക്കുന്ന ഒരു പവർ കിട്ടുള്ളൂ. ഭയങ്കര പൊല്യൂഷനാണ്. ഇതിലും പൊല്യൂഷൻ ഉണ്ട്. പൊല്യൂഷൻ ഇല്ല എന്നല്ല, വളരെ കുറവാണ്. നമ്മൾ ഇതിലിട്ട് കത്തിക്കുന്ന 10 മടങ്ങ് സേഫാണ് ഇതിലിട്ട് കത്തിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കും ആവശ്യമുണ്ടെങ്കിൽ വിളിക്കുക. 2 വർഷം വാറണ്ടിയോടുകൂടി ഓൾ കേരള ചെയ്യും. നമ്മൾ 20 വർഷമായിട്ടുള്ള കമ്പനിയാണ്. നമുക്ക് ഒരുപാട് എൻക്വയറീസ് വരുമ്പോൾ ചോദിക്കുന്ന ചോദ്യങ്ങളിലൊക്കെയാണ്. മുകളിൽ വയ്ക്കാം. ഇത് എവിടെ വേണമെങ്കിലും നമുക്ക് സ്ഥാപിക്കാനായിട്ട് സാധിക്കും. നിങ്ങൾക്ക് എടുത്തുകൊണ്ട് പോകാൻ വാടക വീട്ടിലും വെക്കാനായിട്ട് സാധിക്കും. അപ്പോൾ പല വീഡിയോസിൽ നിങ്ങൾ കാണണം നനഞ്ഞത് കത്തിക്കണം. അതിൽ വിഴരുത്. ഞാൻ വീണ്ടും എടുത്ത് പറയുകയാണ്. അപ്പോൾ മഴക്കാലം വരെ വെയിറ്റ് ചെയ്യേണ്ട. ഉടനെ ബുക്ക് ചെയ്തോളൂ. ബുക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ അഡ്വാൻസ് അടച്ച് ബുക്ക് ചെയ്യണം. പിറ്റേ ദിവസം അല്ലെങ്കിൽ രണ്ടാമത്തെ ദിവസം നമ്മൾ ഒന്ന് ഇൻസ്റ്റാൾ ചെയ്ത് തരും. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണാം. ഗുഡ് ബൈ.